നമ്മൾ ജാവാസ്ക്രിപ്റ്റിന് ഇൻട്രൊഡക്ഷൻ ആയിട്ട് കുറച്ച് ജാവാസ്ക്രിപ്റ്റ് സ്പെസിഫിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അതിനെ റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ കഴിഞ്ഞ 3-4 ക്ലാസ്സസ് ആയിട്ട് കുറെ ജാവാസ്ക്രിപ്റ്റ് ബേസിക്സ് നമ്മൾ നോക്കി. അപ്പം അതിന്റെ തന്നെ കണ്ടിന്യൂഷൻ ആണ് ഈ ക്ലാസ്. അപ്പം ജസ്റ്റ് ഒരു റീക്യാപ്പ്, നമ്മൾ എന്തൊക്കെ പ്രീവിയസ് ക്ലാസ്സസിൽ നോക്കി അതിന്റെ ഒരു ചെറിയ റീക്യാപ്പ് പറയുകയാണെങ്കിൽ, നമ്മൾ ജാവാസ്ക്രിപ്റ്റിന്റെ യൂസസ്, അതിന്റെ ഒരു ഹിസ്റ്ററി, പിന്നെ എങ്ങനെ ജാവാസ്ക്രിപ്റ്റിന്റെ കോഡ് നമ്മൾ എങ്ങനെ റൺ ചെയ്യുന്നത്, പിന്നെ ഡേറ്റ ടൈപ്സ്. ഇത് നമ്മൾ പറഞ്ഞു, ഇത് പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്സ് ആണ്. ബേസിക് ആയിട്ട് ഡേറ്റ ടൈപ്സ് നമ്പർ, സ്ട്രിംഗ്, ബൂലിയൻ, അൺഡിഫൈൻഡ്, നൾ. അപ്പൊ ഇത് ജാവാസ്ക്രിപ്റ്റിൽ പ്രിമിറ്റീവ് ആയിട്ടുള്ള കുറച്ച് ഡേറ്റ ടൈപ്സ് ആണ്. അപ്പം ഇതിന്റെ ഡേറ്റയുടെ തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പം ഇതിന്റെ തന്നെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, കുറച്ചുകൂടെ ഡേറ്റ ഡ്രിവൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ അതിനകത്ത് ഡേറ്റ പറഞ്ഞപ്പോൾ നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണ്, വേരിയബിൾസിൽ എങ്ങനെ സ്റ്റോർ ചെയ്യാം, പിന്നെ ഓരോ ഡേറ്റ ടൈപ്പിനെ പറ്റി ഇൻഡിവിജ്വൽ ആയിട്ട് പറഞ്ഞു, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അതെങ്ങനെ കമ്പയർ ചെയ്യാം, പിന്നെ ഓരോ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് എങ്ങനെ ഇടാം, പിന്നെ ബൂലിയൻ ഡേറ്റ ടൈപ്പ്, ഡിഫറെന്റ് ഡേറ്റ ടൈപ്പ്, അങ്ങനെ അതിന്റെ കമ്പാരിസൺ, കമന്റ്സ്, പിന്നെ ഒരു HTML പേജ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. ആ HTML പേജിനകത്തോട്ട് ജാവാസ്ക്രിപ്റ്റ് എങ്ങനെ ലിങ്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അത് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒരു വെബ് പേജിനകത്ത് ജാവാസ്ക്രിപ്റ്റ് ലിങ്ക് ചെയ്തു. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞാണ്. ഇതിന്റെയൊക്കെ വീഡിയോസ് നമ്മുടെ പേജിൽ ഓൾറെഡി അവൈലബിൾ ആണ്. നിങ്ങൾ വിസിറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ കണ്ടീഷൻസ് എങ്ങനെ, ഒരു ഇഫ് എൽസ് കണ്ടീഷൻ എങ്ങനെ ചെയ്യാം, അതിന്റെ ലോജിക്കൽ ഓപ്പറേഷൻസ് എങ്ങനെയാണ്, ഡിഫറെന്റ് ഇത്, പിന്നെ ബൈ ഡിഫോൾട്ട് ആയിട്ട് ട്രൂ ഫോൾസ് വാല്യൂസ് വരുന്നത് ഏതൊക്കെയാണ്, ഒരു സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് എങ്ങനെ എഴുതുന്നത്, ലൂപ്പ് എങ്ങനെ ചെയ്യുന്നത്, ഫംഗ്ഷൻസ് എങ്ങനെ ഡിക്ലെയർ ചെയ്യും, ലൂപ്പ് ഫംഗ്ഷൻസ് ഒക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പൊ അതിന്റെ കുറെ ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു. അപ്പം ഇത്തരം കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തു. അപ്പൊ ഇന്ന് നമ്മൾ കൂടുതൽ ഡേറ്റ ഡ്രിവൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പം അതില് മെയിൻ ആയിട്ടുള്ള ഒരു സാധനമാണ് അരേ. അപ്പം നമ്മള് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഒരു ഡേറ്റയാണ്, നമ്മൾ ഒരു രീതിയാണ് അരേസ് എന്ന് പറയുന്നത്. അപ്പം ഡേറ്റ നമ്മൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി അരേസ് നമ്മൾ യൂസ് ചെയ്യും. സോ അതിന്റെ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഒരു അരേ എങ്ങനെ ഉണ്ടാക്കാം, അതിനുവേണ്ടി നേരത്തെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകൾ ക്രിയേറ്റ് ചെയ്ത ഒരു ജാവാസ്ക്രിപ്റ്റ് ഫയലാണ്. അതിന് നമ്മൾ ഒരു HTML ആയിട്ട് ലിങ്ക് ചെയ്ത് ഞാൻ പറഞ്ഞതുപോലെ. അപ്പൊ ഇതിനകത്ത് നമ്മളൊരു ജാവാസ്ക്രിപ്റ്റ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്ത് ഒരു അരേ ഉണ്ടാക്കുന്നു. ഒരു അരേ എങ്ങനെ ഉണ്ടാക്കുന്നു, ഓക്കെ. അപ്പൊ അരേ എന്തുവാണ് ആദ്യം അത് നോക്കാം. ഇപ്പൊ ഒരു അരേ ഉണ്ടാക്കുമ്പോൾ ഒരു വേരിയബിൾ നെയിം കൊടുക്കുക. ഒരു അരേ എന്ന് പറഞ്ഞ വേരിയബിൾ നെയിം അല്ലെങ്കിൽ എന്ത് വാല്യൂ ആണെങ്കിലും ആവാം. അരേ ക്രിയേറ്റ് ചെയ്യുന്നത് സ്ക്വയർ ബ്രാക്കറ്റ്സിനകത്ത് ഒരു സെറ്റ് ഓഫ് ഡേറ്റ. ഇപ്പൊ നമുക്ക് ഒരു കാർഡ്സിന്റെ അരയാണ് വേണ്ടതെന്ന് വെച്ചോ. സ്ക്രീൻ ക്ലിയർ ആണെന്ന് തോന്നുന്നു, വിശ്വസിക്കുന്നു. സ്ക്രീൻ ഫോണ്ട് സൈസ് ക്ലിയർ ആണ് കാണാൻ? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്താൽ കൊള്ളാം. സ്ക്രീൻ സൈസ്, ഫോണ്ട്, ഓക്കെ. ഇപ്പം കാർസിന്റെ ഒരു അരേ ഉണ്ടെന്ന് വെച്ചു. അപ്പം നമ്മൾ അതിനകത്ത് വാഗണാർ, സിറ്റി, അങ്ങനെ ഡിഫറെന്റ് കാർസിന്റെ നമുക്ക് പേര് നമ്മൾ ഡിനോട്ട് ചെയ്യും. അപ്പൊ ബേസിക്കലി ഇത് പറയുമ്പം, ഇങ്ങനെ നോക്കുമ്പം നമുക്ക് ഒറ്റ വാക്കിൽ അര എന്താന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും ഒരു ലിസ്റ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഒരു ലിസ്റ്റ് ഓഫ് ഐറ്റംസ്. അപ്പൊ ആ ലിസ്റ്റിനകത്ത് എന്ത് വേണമെങ്കിലും വരാം. ഇപ്പം നമ്മൾ ഒരു ലിസ്റ്റ് ഓഫ് സ്ട്രിങ്സ് ആണ് ഈ അര എന്ന് പറയാം, കാർഡ്സ് അര എന്ന് പറയാം. ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് ബൂലിയൻ വാല്യൂ വരാം, അല്ലെങ്കിൽ നമ്പേഴ്സ് വരാം,
അല്ലെങ്കിൽ നള്ളോ അല്ലെങ്കിൽ അൺഡിഫൈൻഡോ അങ്ങനെ എന്ത് വാല്യൂ വേണമെങ്കിലും നമ്മുടെ ഒരു അരയ്ക്കകത്ത് എന്ത് വാല്യൂ വേണമെങ്കിലും വരാം. സോ ബേസിക്കലി അര എന്ന് പറയുന്നത് ഒരു ലിസ്റ്റാണ്. അപ്പൊ ഈ അരയിലെ ഓരോ ഐറ്റത്തിനെ നമുക്ക് എങ്ങനെ ആക്സസ് ചെയ്യാം? അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒറ്റ ഇതിൽ പറയുകയാണെങ്കിൽ ഇപ്പം ഒരു അര ഇപ്പൊ എനിക്ക് വാഗ്നർ മാത്രം ആണ് പ്രിന്റ് ചെയ്യണ്ടെങ്കിൽ നമുക്ക് ഇപ്പം കൺസോളിൽ നമുക്ക് വാഗ്നർ മാത്രമാണ് വേണ്ടതെങ്കിൽ ഇപ്പൊ നമ്മൾ കാർസ് അരയില് ആ ഇൻഡെക്സ് ഓക്കെ ആ ഇൻഡെക്സ് കൊടുത്താൽ നമുക്ക് ഈ വാല്യൂ നമുക്ക് കിട്ടും. സോ ബേസിക്കലി ഒരു അരേ നമ്മൾ സ്ട്രിങ്സ് പഠിച്ച സ്ട്രിങ്സിന്റെ ഡേറ്റ ടൈപ്പ് സ്ട്രിങ് പഠിച്ചപ്പോൾ നമ്മൾ അതിനെ ഇൻഡെക്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന്റെ പൊസിഷൻ പറയുന്നത് ഓരോ ക്യാരക്ടറിന്റെ പൊസിഷൻസ് പറയുന്നത് നമ്മൾ പറഞ്ഞിരുന്നു. എന്നുവെച്ചാൽ ഫസ്റ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് 0 ആയിരിക്കും, സെക്കൻഡ് 1 ആയിരിക്കും, അങ്ങനെ 0, 1 തൊട്ടാണ് ഇൻക്രീസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. അപ്പം അരയ്ക്കും അതേ കോൺസെപ്റ്റ് ആണ്. അരയിലെ ഫസ്റ്റ് എലിമെന്റ് 0 വെച്ചിട്ടായിരിക്കും തുടങ്ങുന്നത്, പിന്നെ അത് 1 വെച്ച് ഇൻക്രിമെന്റ് ചെയ്ത് പോകും. സോ നമുക്കിപ്പോ ഫസ്റ്റ് എലിമെന്റ് ആണ് നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ അതിന്റെ 0th ഇൻഡെക്സ് എടുത്തിട്ട് അതിനെ ഒരു ആ അരയുടെ നെയിം സ്ക്വയർ ബ്രാക്കറ്റ് ആ ഇൻഡെക്സ് കൊടുത്താൽ നമുക്ക് ഈ അര പ്രിന്റ് ചെയ്യാൻ പറ്റും. സോ നമ്മളിത് പേജ് റീലോഡ് ചെയ്തിട്ട് നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്ക് വാഗണർ ഇവിടെ പ്രിന്റ് ചെയ്തു. കാരണം നമ്മളത് ഇവിടെ പറഞ്ഞു 0th ഇൻഡെക്സിലെ അരയ്ക്കകത്തുനിന്ന് 0th ഇൻഡെക്സിലുള്ള ഡേറ്റാനെ നമ്മൾക്ക് ലോഗ് ചെയ്യണമെന്ന്. സോ അതാണ് ബേസിക് ആയിട്ടുള്ള ഒരു ചെറിയൊരു കോൺസെപ്റ്റ്. ഇനി ഈ ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഓർ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, സോ നമ്മള് ഒരു അരേ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ അരേ എന്ന് പറഞ്ഞ ഒരു ലിസ്റ്റ് ആണെന്ന് പറഞ്ഞു. അതിനകത്ത് ഓരോ എലമെന്റ്സിനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഓരോ ഇൻഡെക്സ് അല്ലെങ്കിൽ ഓരോ പൊസിഷൻ എങ്ങനെ ചെയ്യുന്നെന്ന് പറഞ്ഞു. ഇനി ഈ ഓരോ എലമെന്റിനെ എങ്ങനെ ആക്സസ് ചെയ്യാം അതും പറഞ്ഞു. ഇനി കുറച്ച് അരേ മെത്തേഡ്സ് അതിനെ പറ്റി നമുക്ക് സംസാരിക്കാം. അപ്പം അരേ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ജാവാസ്ക്രിപ്റ്റ് അരയ്ക്ക് ബൈ ഡിഫോൾട്ട് ആയിട്ട് നമുക്ക് കുറച്ച് ഇൻബിൽട്ട് ആയിട്ടുള്ള കുറെ ഫങ്ഷൻസ് ഉണ്ട്. അപ്പൊ ആ ഫങ്ഷൻസിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മള് സ്ട്രിങ്ങിന്റെ കേസിലാണെങ്കിൽ നമ്മൾ പറഞ്ഞു സ്ട്രിങ്ങിന്റെ ലെങ്ത് നമുക്ക് ഇങ്ങനെ അറിയാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ജാവാസ്ക്രിപ്റ്റിന്റെ അരയില് അരയുടെ ലെങ്ത് അറിയണമെങ്കിൽ ഡോട്ട് ലെങ്ത് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ കോൾ ചെയ്താൽ നമുക്ക് അതിന്റെ ലെങ്ത് എത്രയാണ്, അതിനകത്ത് എത്ര എലമെന്റ്സ് ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അപ്പം ഇതാണ് അരേ മെത്തേഡ്സിൽ ഓർമ്മ. പിന്നെ ഉള്ള മെത്തേഡ് വേറെ ഒരെണ്ണം എന്ന് വെച്ചാൽ വേറെ 1-2 ഇമ്പോർട്ടന്റ് മെത്തേഡ്സ് മാത്രമേ ഞാൻ ഇപ്പം പറയുന്നുള്ളൂ. വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ പുഷ് എന്ന് പറഞ്ഞൊരു മെത്തേഡാണ്. അപ്പൊ പുഷ് എന്ന് പറഞ്ഞ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതൊരു അരയുടെയും ലാസ്റ്റില് എൻഡിങ്ങിൽ നമുക്ക് എന്തെങ്കിലും ഒരു വാല്യൂ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ പറയാണ് കാർസ് അറയിലോട്ട് കോളോ പുഷ് ചെയ്യണം. ഓക്കെ, കോളോ എന്ന് പറഞ്ഞ ടേം പുഷ് ചെയ്യണം. അപ്പം എന്നിട്ട് നമ്മളിപ്പം അരേ പ്രിന്റ് ചെയ്യുവാണെങ്കിൽ ഓക്കെ നമ്മള് ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മൾ അരേനെ വെച്ചിട്ട് നമ്മൾ പുഷ് ചെയ്യാൻ പറഞ്ഞു. ഏതാണ് ഈ ടേം പുഷ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ പുഷ് ചെയ്യുന്ന സമയത്ത്
ആശുചേട്ട ഒരു സ്റ്റുഡന്റ് വന്നിട്ടുണ്ട്. ഓക്കെ, ന്യൂ സ്റ്റുഡന്റ്. അപ്പോൾ നമ്മൾ ഈ അരയിലോട്ട് ഡേറ്റ പുഷ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ആ അരയ്ക്കകത്തോട്ട് ഈ പോളോ എന്ന് പറഞ്ഞ നമ്മളെ കാർ അത് ലാസ്റ്റ് ഇൻഡെക്സിൽ കയറിയിട്ടുണ്ട്. സോ ഇതാണ് നമ്മൾ കാർസിന്റെ അരയെന്ന് പറയുന്നത്. അപ്പം അരയിൽ പുഷ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പം പുഷ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നമ്മളൊരു അരയുണ്ട്, അതിന്റെ ലാസ്റ്റ് എലമെന്റ് ആയിട്ട് നമുക്ക് പുതിയൊരു ഡേറ്റ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ പുഷ് എന്ന ടേം യൂസ് ചെയ്യും. ഇനി നമുക്ക് സപ്പോസ് ഒരു അരയുടെ ലാസ്റ്റിൽ നിന്ന് ഒരു ലാസ്റ്റ് എലമെന്റ്, ഇപ്പൊ ലാസ്റ്റ് എലമെന്റ് ഇതാണ്, അമേസ് ആണ് ഈ അരയുടെ ലാസ്റ്റ് എലമെന്റ്. അപ്പൊ നമുക്ക് ലാസ്റ്റ് എലമെന്റ് റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് പോപ്പ് എന്ന് പറഞ്ഞൊരു മെത്തേഡ്. ഓക്കെ, ഇപ്പം നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്ത അരയെന്ന് പറഞ്ഞ വാഗണർ, സിറ്റി, അമേസ് എന്ന് പറഞ്ഞ കാറിന്റെ ഒരു ചെറിയൊരു അര. അപ്പൊ നമ്മൾ പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു കാർസിന്റെ അരയെന്ന് പോപ്പ് എന്ന് പറഞ്ഞ മെത്തേഡ് വിളിച്ചിട്ട് നമ്മൾ ലാസ്റ്റ് എലമെന്റിനെ നമ്മൾ അവിടുന്ന് റിമൂവ് ചെയ്യും. ഇനി നമ്മൾ ഈ കോഡ് റൺ ചെയ്യുമ്പോൾ ഓക്കെ, നമുക്ക് ഇവിടെ കാണാൻ പറ്റും ആ ലാസ്റ്റ് അമേസ് എന്ന് പറഞ്ഞ അമേസിന്റെ പേര് നമ്മുടെ അരയിൽ നിന്ന് എക്സിറ്റ് ആയിപ്പോയി, കാരണം അത് നമ്മൾ റിമൂവ് ചെയ്തു. സോ ഇതാണ് പോപ്പ് ഫംഗ്ഷൻ. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ 2-3 കാര്യം എന്ന് വെച്ചാൽ, ഒന്ന് എങ്ങനെ ഒരു ജാവാസ്ക്രിപ്റ്റ് അരേ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്, ഇതിനകത്ത് ഏതൊക്കെ ഡേറ്റ ടൈപ്പ് വരാമെന്ന് പറഞ്ഞു. പറയുമ്പോൾ ഇപ്പം നമ്മൾ സ്ട്രിങ്ങിന്റെ ഒരു അരയാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഇതിനകത്ത് തന്നെ നമുക്ക് വേണമെങ്കിൽ ട്രൂ ഓർ ഫാൾസ് വാല്യൂ വരാം, അല്ലെങ്കിൽ നൾ വാല്യൂ വരാം. അപ്പം അങ്ങനെ അരേ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ പറഞ്ഞു അരയ്ക്കകത്ത് ഇൻബിൽട്ട് ആയിട്ട് ജാവാസ്ക്രിപ്റ്റ് ഇൻബിൽട്ട് ആയിട്ട് കുറെ ഫങ്ഷൻസ് അല്ലെങ്കിൽ കുറെ മെത്തേഡ്സ് ഇൻബിൽട്ട് ആയിട്ടുണ്ട്. അപ്പം അതിനകത്ത് 1-2 നമ്മളിപ്പം പറഞ്ഞുകൊണ്ടിരുന്നത് ഡോട്ട് ലെങ്ത് നമ്മൾ പറഞ്ഞു. എന്ന് പറയുമ്പോൾ ഒരു അരയുടെ ലെങ്ത് നമ്മൾ ഡോട്ട് ലെങ്ത് എന്ന് പറയുമ്പോഴത്തേന് ആ അരയ്ക്കകത്ത് എത്ര എലമെന്റ് ഉണ്ട്. ഇപ്പൊ ഈ കേസിലാണെങ്കിൽ 3 എലമെന്റ് ഉണ്ട്. അപ്പൊ ആ 3 എന്ന് പറഞ്ഞ നമ്പർ നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടും. അതേപോലെ നമ്മൾ പുഷ് എങ്ങനെ ഒരു ലാസ്റ്റ് എലമെന്റിലേക്ക് എങ്ങനെ നമുക്ക് ഡേറ്റ പുഷ് ചെയ്യാം വിത്ത് പുഷ് മെത്തേഡ്, അത് നമ്മൾ പറഞ്ഞു. എങ്ങനെ ഒരു അരയ്ക്കകത്ത് നിന്ന് ലാസ്റ്റ് എലമെന്റ് നമുക്ക് റിമൂവ് ചെയ്യാം, അത് നമ്മൾ പറഞ്ഞു. സോ ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള 1-2 മെത്തേഡ്. ഇനി ഇതേപോലെ കുറെ മെത്തേഡ്സ്, എന്ന് വെച്ചാൽ ഇഷ്ടംപോലെ മെത്തേഡ്സ് ഇൻബിൽട്ട് ആയിട്ട് ജാവാസ്ക്രിപ്റ്റ് തന്നെ നമുക്ക് തരുന്നുണ്ട്. അപ്പൊ അതിന്റെ മെയിൻ റിസോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് മൊസില്ലയുടെ വെബ് ഡോക്യുമെന്റ്സ് ഉണ്ട്. മൊസില്ലയുടെ അവര് ഇൻബിൽട്ട് ആയിട്ട് ജാവാസ്ക്രിപ്റ്റ് ഡോക്യുമെന്റ് ചെയ്തപ്പം അവർ അരയ്ക്ക് കുറെ ഫങ്ഷണാലിറ്റീസ്, കുറെ മെത്തേഡ്സ് അവര് ബൈ ഡിഫോൾട്ട് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഡോക്യുമെന്റ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഷെയർ ചെയ്യാം. ഈ ഡോക്യുമെന്റിനകത്ത് ലൈക്ക് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നതും അല്ലാത്തതുമായിട്ട് കുറെ ജാവാസ്ക്രിപ്റ്റില് ഇൻബിൽട്ട് ആയിട്ട് നമുക്ക് ചില സമയത്ത് നമ്മൾ വിചാരിക്കും അതിന് നമ്മൾ ബൈ ഡിഫോൾട്ട് ആയിട്ട് ഫങ്ഷണാലിറ്റീസ് കോഡ് എഴുതാതെ തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറെ ഫീച്ചേഴ്സ് നമുക്ക് ഇതിനകത്ത് തന്നെ നമുക്ക് കിട്ടും. അപ്പം നിങ്ങൾ ടൈം കിട്ടുമ്പം ലൈക്ക് ഈ മൊസില്ലയുടെ വെബ്സൈറ്റ് തന്നെ ഈ ഡോക്യുമെന്റേഷൻ, ഇവരുടെ ജാവാസ്ക്രിപ്റ്റിന്റെ ഏകദേശം എല്ലാത്തിന്റെയും ജാവാസ്ക്രിപ്റ്റ് റെഫറൻസസും കാര്യങ്ങളും എല്ലാം ഡോക്യുമെന്റ് ചെയ്തേക്കുന്ന ഒരു സൈറ്റാണ്. അപ്പം നിങ്ങൾക്ക് ഫ്രീ ആകുമ്പോൾ ഈ സൈറ്റ് ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ തന്നെ പഠിക്കാൻ പറ്റും. അപ്പം ഇത്രയും ജാവാസ്ക്രിപ്റ്റിന്റെ
അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞ ഇത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് പറയുമ്പോൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് മെത്തേഡ്സ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്, എങ്ങനെയാണ് ഡേറ്റ പുഷ് ചെയ്യുന്നത്, എങ്ങനെയാണ് പോപ്പ് ചെയ്യുന്നത്, ഒരു ലെങ്ത്, ഈ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഡൗട്ട് ഇല്ലെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ, സോ പിന്നുള്ളത് പിന്നുള്ളത് ചില സമയത്ത് നമുക്ക് ഈ ഓരോ ഇൻഡിവിജ്വൽ എലമെന്റ്സിനെ നമുക്ക് എടുത്ത് യൂസ് ചെയ്യേണ്ടതായിട്ട് വരാം. ഓക്കെ, അപ്പം അങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ അഞ്ച് ക്ലാസ്സിൽ നമ്മൾ ലൂപ്സിനെ പറ്റി പറഞ്ഞായിരുന്നു. എങ്ങനെ നമ്മൾ ലൂപ്പ് എഴുതാം, ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, അതിനെ പറ്റിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പൊ നമുക്ക് ഇപ്പൊ ഒരു അരയ്ക്കകത്ത് നിന്ന് ഡേറ്റ നമുക്ക് എടുക്കണമെങ്കിൽ നമുക്കൊരു ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് അരയ്ക്കകത്ത് നിന്ന് ഡേറ്റ എടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഒരു ലൂപ്പ് എഴുതി. ഓക്കെ, ഇതൊന്നുമില്ല, നമ്മൾ ആദ്യം ഐ എന്ന് പറഞ്ഞത് ഒരു ഫോർ ലൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ഐ എന്ന് പറഞ്ഞൊരു വേരിയബിളിനെ അന്ന് 0 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഐ ലെസ് ദാൻ ഈ അരയുടെ ലെങ്ത്, നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞ ലെങ്ത് ഫംഗ്ഷനാലിറ്റി, ആ ലെങ്ത് റീച്ച് ചെയ്യുന്നത് വരെ ഈ ലൂപ്പ് ചെയ്യണമെന്ന് പറയുന്നു. ഇൻക്രിമെന്റ് ചെയ്യാനും പറയുന്നു. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഈ ഒരു ലൂപ്പിൽ തന്നെ നമുക്ക് എല്ലാ എലമെന്റിനെയും, ഇപ്പം ഈ അരയ്ക്കകത്തുള്ള എല്ലാ എലമെന്റിനെയും നമുക്ക് ലൂപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇങ്ങനെ തന്നെ നമ്മൾ ചെയ്യുമ്പോൾ ഈ ലൂപ്പിൽ തന്നെ നമുക്ക് ഓരോ ഐട്രേഷനിലും ഓരോ കാറിനെ നമ്മൾ കൺസോളിൽ ലോഗ് ചെയ്യും. അപ്പം ഈ പേജിനെ നമ്മൾ റീഫ്രഷ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും, നമ്മുടെ കൺസോളിൽ ഓരോ കാറിന്റെ പേരും നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് കാണാൻ പറ്റും. അപ്പം ഇതിന്റെ ബേസ് എന്ന് വെച്ചാൽ ഈ ലൂപ്പിന്റെ കാരണമാണ് ഇത് വരുന്നത്. അപ്പം ഒന്നെങ്കിൽ ഇങ്ങനെ എഴുതാം. അപ്പൊ ഇങ്ങനെ എഴുതുന്നതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലതായിട്ട് കൺട്രോളാണ്, ഏത് ഇൻഡെക്സ് ആണ് എവിടാണ്, നമുക്ക് എല്ലാം ഫുള്ളി കൺട്രോളബിൾ ആണ്. അതേപോലെ നമുക്കിപ്പം എവിടെയെങ്കിലും വെച്ച് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് വെച്ച് നമുക്ക് ലൂപ്പ് നിർത്തണമെങ്കിൽ അതിനൊരു കണ്ടീഷൻ എഴുതിയിട്ട് ബ്രേക്ക് ഇടുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കുറച്ചുകൂടെ കൺട്രോൾ ആയിട്ട് ചെയ്യാം. പക്ഷെ നമുക്കറിയാം ഈ ഇതിനകത്ത് എല്ലാത്തിനകത്തും നമുക്ക് ഐറ്റച്ച് ചെയ്യണം എന്ന് നമുക്ക് ഉറപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിന് പകരം നമുക്ക് ഇൻബിൽട്ട് ആയിട്ട് തന്നെ ജാവാസ്ക്രിപ്റ്റിന്റെ ഒരു മെത്തേഡ് ഉണ്ട്. ഓക്കെ, നമ്മൾ ഫോർ ഈച്ച് മെത്തേഡ്, അപ്പൊ അതെന്ന് പറഞ്ഞാൽ ഒരു അരേ ഡോട്ട്, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന മെത്തേഡ്സ്, ഇൻബിൽട്ട് ആയിട്ടുള്ള മെത്തേഡ്സ്. അപ്പം ഇത്രയും മെത്തേഡ്സ് നമുക്ക് ഇൻബിൽട്ട് ആയിട്ടുണ്ട്. ഇത്രയല്ല, ഇതിലും ഉണ്ട്. ജസ്റ്റ് ഇത് ഇപ്പം തൽക്കാലത്തേക്ക് ഇത് കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ ഫോർ ഈച്ച് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ഈ ഫോർ ഈച്ചിനകത്ത് നമ്മൾ ഒരു ഫംഗ്ഷൻ നമുക്ക് ഇവിടെ കോൾ ബാക്ക് ആയിട്ട് കൊടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഇവിടെ ഒരു ഫംഗ്ഷന്റെ നെയിം പറയും. ഇപ്പൊ നമ്മൾ ആ ഫംഗ്ഷൻ പേര് എഴുതിയിട്ടില്ല, നമുക്കൊരു അപ്പർ കേസ് ആക്കണമെന്ന് വെച്ചോ. ഓക്കെ, ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് വെച്ചോ. സംഭവിക്കാൻ പോകുന്നത് ഓക്കെ,
ഇപ്പൊ ഇവിടെ ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ ഒരു കാർഡ്സ് അറേക്കകത്ത് ഒരു ഫോർ ഈച്ച് ഫംഗ്ഷൻ, ഫോർ ഈച്ച് എന്ന് പറഞ്ഞ ഇൻബിൽട്ട് ആയിട്ടുള്ള ഒരു മെത്തേഡ്. അപ്പൊ ആ മെത്തേഡിന്റെ ഒരു പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഫംഗ്ഷൻ ആണ്. ഓക്കെ, ആ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ്. അപ്പോ ഈ ഒരു ഫംഗ്ഷനിൽ നമുക്ക് ഇതായിട്ട് വരുന്നത് ഒരു എലമെന്റ്, ഏത് എലമെന്റ് ആണ്, അത് എത്രാമത്തെ ഇൻഡെക്സിലാണ്. ഓക്കെ, പിന്നെ നമുക്ക് അതിനകത്ത് ഏത് ഈ അറേ ഫുള്ള് നമുക്ക് ഇവിടെ കിട്ടും. അപ്പം നമുക്ക് അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ ഈ ഒരു ഫോർ ഈച്ച് തന്നെ നമുക്ക് ഡയറക്റ്റ് ഈ ഫോർ ഈച്ച് ചെയ്യുമ്പോൾ തന്നെ ഈ ഫംഗ്ഷനെ വിളിക്കും. അന്നേരം തന്നെ നമുക്ക് ഈ വാല്യൂസ് ഇവിടെ കിട്ടും. അപ്പൊ നമ്മൾ ഇത് റൺ ചെയ്യുകയാണെങ്കിൽ ഓക്കെ, array dot for each is not a function. അപ്പൊ ഇതിന് പകരം നമുക്ക് ഇതിന്റെ വേറൊരു ഫോമാണ്, ഈ സാധനത്തിനെ ഫുള്ള് നമുക്ക് ഇവിടെ തന്നെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഓ ഞാൻ ആരുടെ ബേസിക്കലി ഇതിന്റെ ലോജിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഈ ഫോർ ഈച്ച് ഫംഗ്ഷനിൽ നമ്മളൊരു ഒരു 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 ഫംഗ്ഷനാണ് നമ്മൾ പാരാമീറ്റർ ആയിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇതിന്റെ മൂന്ന് വാല്യൂസ് ആണ് ഇതിന് ആർഗ്യുമെന്റ് ആയിട്ട് എടുക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഓരോ എലമെന്റിന്റെ വാല്യൂ, സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇൻഡെക്സ്, ഏത് ഇൻഡെക്സിലാണ് ഇത് വരുന്നത്. പിന്നെ തേർഡ് എന്ന് പറഞ്ഞാൽ ഇത് ഏത് ഈ ഫുൾ അരേ നമുക്ക് ഇവിടെ ഓരോ ലൂപ്പിലും നമുക്ക് പാരാമീറ്റർ ആയിട്ട് കിട്ടും. അപ്പോ ഇതിലെ
ഓരോ എലമെന്റും നമുക്ക് ഇങ്ങനെ ഓരോ എലമെന്റും നമുക്ക് ഇങ്ങനെ ക്ലീൻ ആയിട്ട് ഒറ്റ അരയിൽ നമുക്ക് ഒറ്റ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ ലൂപ്പ് ചെയ്യുന്നതിന് പകരം നമുക്ക് ഓരോന്ന് തന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ ലൂപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഇതാണ് ബേസിക് ആയിട്ടുള്ള ഫോർ ഈച്ച് മെത്തേഡ് വെച്ചിട്ട് ഫോർ ഈച്ച് മെത്തേഡ്, അതെ, അരയ്ക്കകത്തെ ഫോർ ഈച്ച് മെത്തേഡിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഇതാണ് ഫങ്ഷനാലിറ്റി ആണ്. പക്ഷെ എന്തോ ഈ ജാവാസ്ക്രിപ്റ്റിന്റെ ചില സമയത്ത് ഇതെന്ന് പറഞ്ഞാൽ ഈ ആരോ ഫംഗ്ഷൻ ഒക്കെ ചില സമയത്ത് അത് വർക്ക് ചെയ്യത്തില്ല. അത് എന്നുവെച്ചാൽ അത് ഈ ആരോ ഫംഗ്ഷന് നമ്മള് ലേറ്റസ്റ്റ് എന്താ 2000 ES6 വേർഷനിൽ കഴിഞ്ഞിട്ടുള്ള വേർഷനിലാണ് ഇത് ഇറങ്ങിയിരിക്കുന്നത്. അപ്പം പ്ലെയിൻ ജാവാസ്ക്രിപ്റ്റിൽ ചില സമയത്ത് അത് റൺ ആവാറില്ല ചില സമയത്ത്. ഓക്കെ ഓക്കെ സോ ഇത് മോസ്റ്റ്ലി വർക്ക് ചെയ്യുന്നതാണ്. പക്ഷെ എന്താ ഇപ്പോഴത്തെ ദെൻ സെക്കൻഡ് പിന്നെ ഉള്ള അരയ്ക്കകത്തുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ അരേ വിത്തിൻ ആൻ അരേ. ഇപ്പം നമുക്ക് ഒരു അരയ്ക്കകത്ത് തന്നെ മൾട്ടിപ്പിൾ അരേസ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പം ഈ കാർസിന്റെ തന്നെ ഇപ്പം ഈ ഒരു അരയിൽ തന്നെ നമുക്ക് വേറൊരു അരയുടെ ഒരു എലമെന്റ് ആയിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പോ ബേസിക്കലി ഇതൊരു ടു ഡയമെൻഷനൽ അരയുടെ ഒരു സ്ട്രക്ചറാണ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഓരോ എലമെന്റും നമുക്ക് എടുക്കണമെങ്കിൽ നമ്മൾ അതിന്റെ ഇൻഡിവിജ്വൽ ആയിട്ട് എന്താ നമുക്ക് രണ്ട് ലൂപ്പ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് ഇപ്പൊ ഇൻഡിവിജ്വൽ വാല്യൂസ് നമുക്ക് എടുക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ ലൂപ്പ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഓക്കെ സോ പിന്നുള്ളത് ഇപ്പം പിന്നെ ലൈക്ക് ഇതിനകത്ത് അരേ ലൂപ്പിങ്ങിനകത്ത് ലൈക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ലൈക്ക് ഹലോ, ഉണ്ടോ ആരെങ്കിലും? ഓക്കെ, ഹലോ, ഓക്കെ. സോ അപ്പം
ഫോർ ഈച്ചിന് ഞാൻ പറഞ്ഞതുപോലെ ഇപ്പം നമുക്ക് ഇങ്ങനെ ഫോർ ഈച്ച് കൊടുത്തിട്ട് ഒരു ഫംഗ്ഷന്റെ നെയിം കൊടുത്താൽ നമുക്ക് ആ ഫംഗ്ഷന് ഇത് ഫംഗ്ഷനിലെ ഓരോ എലമെന്റും നമുക്ക് ഇങ്ങനെ ലൂപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം ഓരോ ഐട്രേഷനിലും ഇപ്പൊ ഇവിടെ കാണുമ്പോൾ ഓരോ ഐട്രേഷനിലും നമുക്ക് ഈ ഫംഗ്ഷനെ കോൾ ചെയ്യും. ഈ ഫംഗ്ഷനെ ഇവിടുന്ന് കോൾ ചെയ്തിട്ട് അതിന്റെ ഓരോ ഇൻഡെക്സ്, ഓരോ എലമെന്റും ഇൻഡെക്സും അരയും നമുക്ക് ഇവിടെ നമുക്ക് ലൂപ്പ് ഇൻഡിവിജ്വൽ ആയിട്ട് ലൂപ്പ് ചെയ്യാൻ പറ്റും. അപ്പം ഈ ഫോർ ഈച്ച് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പം ഷുവർ ആയിട്ട് നമുക്കറിയാം നമുക്ക് ഈ ഫുൾ ലൂപ്പ് ചെയ്യണം എന്നുള്ള ഫുൾ ഇതുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഫോർ ഈച്ച് യൂസ് ചെയ്യത്തുള്ളൂ. കാരണം ഇതിന്റെ ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ചെയ്യുന്നത് ശരിയാ, ചെയ്യാം, പക്ഷെ കുറച്ചുകൂടെ നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ളത് ഇങ്ങനെയാണ്. ഇപ്പം ഇതാണ് ഫോർ ഈച്ചിന്റെ രീതി. ഫോർ ഈച്ച് എന്ന് പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്യുന്നത് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ജാവാസ്ക്രിപ്റ്റിന്റെ ലേറ്റസ്റ്റ് ഇതിപ്പം ചെയ്തേക്കുന്നത് മറ്റേ നേരത്തെ ചെയ്തപ്പോൾ ആരോ ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്തു. അപ്പം അതുകൊണ്ടാണ് അൺഎക്സ്പെക്ടഡ് ഐഡന്റിഫയർ എന്ന് പറഞ്ഞ എറർ വന്നുകൊണ്ടിരുന്നത്. നമ്മൾ ഇതിന്റെ ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് പോയി. എന്ന് വെച്ചാൽ ഇത് വിളിക്കുമ്പോൾ ബൈ ഡിഫോൾട്ട് ആയിട്ട് ഈ ഫംഗ്ഷൻ വിളിക്കും. അന്നേരം ഓരോ എലമെന്റിനെ നമുക്ക് കിട്ടും. സോ അതാണ് ലോജിക്ക്. സോ അരേ ലൂപ്പിംഗ് അരേ ഇൻ അരേ അങ്ങനത്തെ എന്തെങ്കിലും ഡൗട്ട് ഓർ ക്വസ്റ്റ്യൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, സോ നമുക്ക് ലൈക്ക് ഇതിന്റെ ലാസ്റ്റില് ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഒബ്ജക്ട്സ്. ഇപ്പം ജാവാസ്ക്രിപ്റ്റില് ഒബ്ജക്ട്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതാണ് ഒബ്ജക്ട്സ് എന്താണ്, അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതിനെ പറ്റിയാണ് നമ്മളിപ്പം സംസാരിക്കാൻ പോകുന്നത്. അപ്പം ജാവാസ്ക്രിപ്റ്റില് ഒബ്ജക്റ്റ് ആയിട്ടാണ് ഡേറ്റ കൂടുതലും നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അപ്പം ഓരോ ഒബ്ജക്റ്റിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം, അപ്പോൾ അതാണ് അടുത്തത്. ഇപ്പം ഏതൊരു ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പം മറ്റേ സാധാരണ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് നെയിമിങ്. ഇപ്പം ഒരു പേഴ്സൺ, ഇപ്പൊ ഒരു സ്റ്റുഡന്റിന്റെ ഒരു ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെന്ന് വെച്ചോ, നമ്മൾ സ്റ്റുഡന്റിന്റെ ഒരു ഒബ്ജക്റ്റ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യുന്നത് ഒരു കേർലി ബേസിസ് വെച്ചായിരിക്കും. ഓക്കെ, അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു ഡേറ്റ ടൈപ്സിനെ പറ്റി. അപ്പം നേരത്തെ പറഞ്ഞു സ്ട്രിങ്, നമ്പർ, ബൂലിയൻ, നൾ, അൺഡിഫൈൻഡ്. അപ്പം ടൈപ്പ് ഓഫ് ഇപ്പൊ ഇതിനകത്ത് വരില്ല, നമുക്ക് കൺസോൾ നമ്മൾ ടൈപ്പ് ഓഫ് ഹേ കൊടുത്താൽ നമുക്ക് സ്ട്രിങ് എന്ന് പറഞ്ഞ് റിട്ടേൺ ചെയ്യും. ഓക്കെ, നമ്മളിപ്പം ഒരു ടൈപ്പ് ഓഫ് ബ്രാക്കറ്റ് കൊടുക്കുമ്പോൾ ഒബ്ജക്റ്റ് ആണ്. സോ ബേസിക്കലി ഒബ്ജക്റ്റ് ജാവാസ്ക്രിപ്റ്റിൽ ഒരു ഡേറ്റ ടൈപ്പ് ആണ്. പക്ഷെ ഇപ്പം അരയുടെ ടൈപ്പ് നമ്മൾ നോക്കിയാൽ നമ്മൾ വിചാരിക്കും ചിലപ്പം അരയെന്ന് വരുന്നു, പക്ഷെ അല്ല, അരയും ഒരു ടൈപ്പ് ഒബ്ജക്റ്റ് തന്നെയാണ്. അപ്പം ബേസിക്കലി ഒബ്ജക്ട്സിലാണ് നമ്മൾ മെജോറിറ്റി വലിയ ഡേറ്റ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അപ്പം അതിന് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് JSON ഫോർമാറ്റിംഗ് അല്ലെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്ട് നൊട്ടേഷൻ. അത് ഈ ടൈപ്പ് ഓഫ് ഒരു ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റിനെ റൈറ്റ് ചെയ്യുന്ന ഒരു ഫോർമാറ്റിംഗ് തന്നെയാണ് JSON എന്ന് പറയുന്നത്.
അപ്പം ഇപ്പൊ നമ്മൾ ഇപ്പൊ ഒരു ജാവാസ്ക്രിപ്റ്റിലെ ഏതൊരു ഒബ്ജക്റ്റ് എഴുതിയാലും അത് ജേസൺ ഫോർമാറ്റിലായിരിക്കും. സോ ഇപ്പൊ ഒരു സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ ഒരു ഒബ്ജക്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റിലെ ഡിഫറെന്റ് പാരാമീറ്റേഴ്സ് നമുക്ക് അതിനെ ഒരു കീ വാല്യൂ പെയർ ആയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒരു സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ ഒരു ഒബ്ജക്റ്റ് ആണ് നമുക്ക് വേണ്ടതെങ്കിൽ നമുക്ക് ഒരു നെയിം, ഇപ്പം അശ്വിൻ, ഇപ്പം നെയിം അശ്വിനാന്ന് വെച്ചു. സോ ഇപ്പം ഒബ്ജക്റ്റിലെ പ്രത്യേകത വെച്ചാൽ നമ്മൾ അവരുടെ ഒബ്ജക്റ്റ് ഡിനോട്ട് ചെയ്യുന്നത് ഈക്വൽ ടു വെച്ചിട്ടല്ലായിരിക്കും, അല്ല കോളം വെച്ചിട്ടാണ്. കോളം വെച്ചിട്ടാണ് നമ്മൾ ഓരോ ഒബ്ജക്റ്റിനെയും ഒബ്ജക്റ്റിന്റെ ഓരോ എലമെന്റിനെ നമ്മൾ പറയുന്നത്. ഇനി ഈ ഓരോ ഒബ്ജക്റ്റിനെ നമ്മൾ ഇപ്പം സെക്കൻഡ് ഒബ്ജക്റ്റ് നമുക്ക് എഴുതണമെങ്കിൽ നമ്മൾ അതിനെ ഒരു കോമ സെപ്പറേറ്റ് ചെയ്തിട്ട് പാസ് ഫ്രം ബിടെക്. ഓക്കെ, അപ്പം ഇങ്ങനെ ഓരോ നമുക്ക് ഈ ഒരു സ്റ്റുഡന്റിന്റെ ഓരോ എലമെന്റ് ഓരോ പാരാമീറ്റർ നമുക്ക് ഒരു ഒബ്ജക്റ്റിന്റെ പാരാമീറ്റേഴ്സ് ആയിട്ട് സ്റ്റോർ ചെയ്യാൻ ഒരു കീ വാല്യൂ പെയർ ആയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇപ്പം അശ്വിൻ എന്ന് പറഞ്ഞ സ്റ്റുഡന്റ് ഇപ്പം പഠിക്കുക. അപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈസ് പാസ്റ്റ് നമുക്ക് ഡേറ്റ ടൈപ്പ് ഫോൾസ് എന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പം ഇതിന്റെ ഡേറ്റ ടൈപ്പ് ഇപ്പം സ്ട്രിങ് തന്നെ ആവണമെന്നില്ല. ഇപ്പം ഇവിടെ സ്ട്രിങ്, ഇവിടെ ബൂലിയൻ. അതുകൊണ്ട് ഇനി നമുക്ക് വേണമെങ്കിൽ അരേസ് ഡേറ്റ വേണമെങ്കിൽ നമുക്ക് അരയായിട്ട് ഒരു സ്റ്റോർ ചെയ്യാം. ഇപ്പം കറന്റ് സബ്ജക്ട് എന്ന് പറഞ്ഞൊരു സബ്ജക്ട്സ്, ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന സബ്ജക്ട്സ് ഏതൊക്കെയാണ് എന്ന് വെച്ചാൽ നമുക്ക് അത് വേണമെങ്കിൽ നമുക്കൊരു അരയായിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാം. സോ ബേസിക്കലി പറയാൻ ഉദ്ദേശിച്ചത്, നമുക്കൊരു ഒബ്ജക്റ്റിനകത്ത് ഡേറ്റ, നമുക്ക് ഏത് ഡേറ്റ ടൈപ്പ് വെച്ചിട്ടും നമുക്കൊരു കീ വാല്യൂ പെയർ എന്ന് വെച്ചാൽ, കീ എന്ന് പറയുന്നത് ഇത് അതിന്റെ കീയും ഇത് അതിന്റെ വാല്യൂ. ഈ വാല്യൂവിനെ നമുക്ക് എങ്ങനെ റെഫറൻസ് ചെയ്യാന്നുള്ളത് നമുക്ക് പറയാം. ഇത് ഇപ്പം ഈ ഡേറ്റ ടൈപ്പ് മാത്രമല്ല, ചില സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു ഫംഗ്ഷനെ, ഇപ്പൊ നമ്മൾ ഇവിടുത്തെ കേസിലാണെങ്കിൽ ഇപ്പൊ അരേ നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് നമുക്ക് ഇപ്പൊ ഏതെങ്കിലും ഒരു അരേ ഡോട്ട് ലെങ്ത് അടിക്കുമ്പോൾ തന്നെ അതിന്റെ ലെങ്ത് കിട്ടുന്നതെന്ന് വെച്ചാൽ ആ ഒരു അരേ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിന്റെ ലെങ്ത് എന്ന് പറഞ്ഞൊരു മെത്തേഡ് അതിനകത്ത് എഴുതിയേക്കുവാണ്. സോ അതേപോലെ തന്നെ സ്റ്റുഡന്റിന്റെ ഒരു മെത്തേഡ് നമുക്ക് പാസ്ഡ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ടെന്ന് വെച്ചോ. മെത്തേഡ് അതൊരു ഫംഗ്ഷനാണ്. അങ്ങനെ നമുക്ക് ഫങ്ഷൻസും ഒബ്ജക്ട്സ് ആയിട്ട് എഴുതാൻ പറ്റും. എന്ന് പറയുമ്പം if is past equal to false ആണ് is dot is past is equal to true. ബേസിക്കലി ഇത് ചെയ്യുന്നത്, ഇവിടെ ഫോൾസ് ആണോ നോക്കും. ഫോൾസ് ആണെങ്കിൽ അതിനെ പിടിച്ച് ട്രൂ ആക്കും. ട്രൂ ആണെങ്കിൽ അതിന് തിരിച്ച് ഫോൾസ് ആകും. അപ്പം ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇപ്പം ഇത് കാണിച്ചത്. അപ്പം ബേസിക്കലി ഇവിടെ നമുക്ക് ഒരു ഫംഗ്ഷനും പാസ് ചെയ്യാൻ പറ്റും. അപ്പം ഈ ഒരു സ്റ്റുഡന്റിന്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇവിടെ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് അതിനകത്ത് എഴുതാൻ പറ്റും. അതാണ് ബേസിക് ആയിട്ട് ഇപ്പം ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഇനി ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒരു ഒബ്ജക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതിനകത്ത് ഡിഫറെന്റ് ഡേറ്റ ടൈപ്സ്, അതിനകത്ത് ഫങ്ഷൻസ് എഴുതുന്നത്, ലൈക്ക് അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഓർ ക്വസ്റ്റ്യൻസ് ഓർ അങ്ങനെ എന്തെങ്കിലും?
ഓക്കെ. സോ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഹലോ ചോദിച്ചോ. ഇല്ല, ഡൗട്ട് ഇല്ല, മനസ്സിലായി. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഒരു സ്റ്റുഡന്റിന്റെ ഡിഫറെന്റ് പാരാമീറ്റേഴ്സ് എങ്ങനെ റെഫറൻസ് ചെയ്യാം, അതാണ് നെക്സ്റ്റ് ഇത്. ഇപ്പൊ നമുക്ക് രണ്ട് രീതിക്ക് ഈ ഒരു ഒബ്ജക്റ്റിനകത്ത് ഡിഫറെന്റ് വാല്യൂസ് നമുക്ക് എടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മൾ ലോഗ് ചെയ്ത് നോക്കുവാണെങ്കിൽ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ ഒബ്ജക്റ്റില് ഓക്കെ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ തന്നെ നമുക്ക് കുറെ പാരാമീറ്റർ നമുക്ക് ഡിഫറെന്റ് പാരാമീറ്റർ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ സ്റ്റുഡന്റ് ഡോട്ട് നെയിം, അപ്പം ഡോട്ട് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു ഒബ്ജക്റ്റില് ഈ ഒരു ഡേറ്റനെ നമ്മൾ റെഫറൻസ് ചെയ്യണം. അപ്പം ഇതാണ് ഒരു ടൈപ്പ് റെഫറൻസിങ്. ഓക്കെ, അപ്പൊ ഇതിനെ റൺ ചെയ്യുവാണെങ്കിൽ നമുക്ക് അശ്വിൻ നമുക്ക് കിട്ടി. അത് ബേസിക്കലി കിട്ടുന്നത് ഇവിടെ നിന്നാണ്. കാരണം നമ്മൾ ഡോട്ട് വെച്ചിട്ട് ആ ഒരു ഒബ്ജക്റ്റിലെ ഈ ഒരു വാല്യൂനെ, ഈ ഒരു കീനെ നമ്മൾ റെഫറൻസ് ചെയ്തു. ഇനി നമുക്ക് വേറൊരു രീതിയിൽ ഡോട്ട് നൊട്ടേഷൻ അല്ലാതെ രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് വെച്ചിട്ട് ആ ഒരു കീനെ അവിടെ ഡയറക്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്കത് ആ ഒരു വാല്യൂ നമുക്ക് സെയിം റെസ്പോൺസ് ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നത്. കാരണം നമ്മൾ ഈ ഒരു കീനെ നമ്മൾ സ്ക്വയർ നൊട്ടേഷൻ വെച്ചിട്ട് ഇൻവേർട്ടഡ് കോമ വെച്ചിട്ട് അതിനകത്ത് വാല്യൂ നമ്മൾ റെഫറൻസ് ചെയ്യണം. ബേസിക്കലി ഡോട്ട് നൊട്ടേഷൻ ആയാലും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇൻവേർട്ടഡ് കോമ വെച്ചിട്ടുള്ള അരയ്ക്കകത്ത് ഇൻവേർട്ടഡ് കോമ വെച്ചിട്ടുള്ള റെഫറൻസിങ് ആയാലും രണ്ടും വർക്കിംഗ് ആണ്. ഈ രണ്ട് രീതിയിൽ നമുക്ക് ഒരു ഒബ്ജക്റ്റിനകത്ത് ഡിഫറെന്റ് വാല്യൂസിന് നമുക്ക് റെഫറൻസ് ചെയ്യാൻ പറ്റും. ഈ റെഫറൻസിങ്ങിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ലൈക്ക് രണ്ട് റെഫറൻസിങ്, ഡോട്ട് നൊട്ടേഷനും ഇൻവേർട്ടഡ് കോമ വെച്ചിട്ടുള്ള റെഫറൻസിങ്. ഓക്കെ, സോ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷനിലെ നെയിമിംഗ് കൺവെൻഷൻ ആണ്. അപ്പം നെയിമിംഗ് കൺവെൻഷൻ എവിടാണ് ഇമ്പോർട്ടന്റ് വരുന്നതെന്ന് വെച്ചാൽ ചില സമയത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഒരു ഒബ്ജക്റ്റിനകത്ത് ഇപ്പം ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ നമ്മൾ ജനറൽ പ്രാക്ടീസ് ആയിട്ട് നമ്മൾ നമ്പർ വെച്ചിട്ടുള്ള സ്റ്റാർട്ട് ചെയ്യുന്ന ഒബ്ജക്റ്റിനകത്ത് ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല. കാരണം ഡോട്ട് നൊട്ടേഷൻ വെച്ച് ചെയ്യുമ്പം ഈ നമ്പർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ അത് എറർ അടിക്കും. ഇതിനെ റെഫറൻസ് ചെയ്യാൻ പറ്റത്തില്ല ഡോട്ട് നൊട്ടേഷൻ വെച്ചിട്ട്. അപ്പൊ നമ്മൾ സാധാരണ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്നത് ഈ ടൈപ്പ് ഓഫ് റെഫറൻസിങ് അല്ല, നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് ഡോട്ട് നൊട്ടേഷൻ ആണ്. അപ്പം നമ്മൾ ജനറൽ ആയിട്ട് നെയിമിംഗ് കൺവെൻഷനിൽ നമ്പേഴ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യത്തില്ല. അതേപോലെ നമ്മൾ സ്പേസ് ഇപ്പൊ ഒരു വലിയ സബ്ജക്ട് വലിയ പേരാണ് എഴുതേണ്ടതെങ്കിൽ ഇപ്പം കറന്റ് സബ്ജക്ട്സ് ഞാൻ മുകളിൽ എഴുതി. അപ്പൊ നമുക്ക് കറന്റ് സബ്ജക്ട്സ് ഇങ്ങനെ എഴുതാമായിരുന്നു. പക്ഷെ ഇങ്ങനെ എഴുതിയാലും നമുക്ക് ഡോട്ട് നൊട്ടേഷൻ വെച്ചിട്ട് റെഫറൻസ് ചെയ്യാൻ പറ്റത്തില്ല ഇങ്ങനെ ഒബ്ജക്റ്റിനെ എഴുതിയാൽ. അപ്പം അതുകൊണ്ട് നമ്മൾ സ്പേസ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, അതേപോലെ ഹൈഫൺ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് രണ്ടും ഡോട്ട് നൊട്ടേഷൻ വെച്ചിട്ട് വർക്ക് ചെയ്യത്തില്ല. അപ്പം നമ്മൾ അതിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ക്യാമൽ കേസിംഗ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ലെറ്റർ സ്മോൾ ആയിരിക്കും, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വേർഡിന്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആയിരിക്കും. അപ്പം ക്യാമൽ കേസിംഗ് ആണ് ജനറലി യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇപ്പൊ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ
ഇച്ചിരി വലിയ വേർഡാണ് നമുക്ക് ഒബ്ജക്റ്റിന്റെ കീ ആയിട്ട് കൊടുക്കേണ്ടതെങ്കിൽ നമ്മൾ അതിന് ഫോളോ ചെയ്യുന്നത് ക്യാമൽ കേസിംഗ് ആണ് സ്റ്റാൻഡേർഡ് ആയിട്ട് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ബേസിക്കലി ഒബ്ജക്ട്സിനെ പറ്റി പറയാനായിട്ടുള്ളത്. സോ ഇതിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ ഇങ്ങനെ ഒബ്ജക്റ്റിനെ റെഫറൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിന്റെ ഏതെങ്കിലും ഒരു വാല്യൂ ഇപ്പൊ നമുക്ക് ഈ നെയിമിന്റെ വാല്യൂ ഇപ്പൊ മാറ്റണമെങ്കിൽ സ്റ്റുഡൻറ് ഡോട്ട് നെയിം ഈസ് ഈക്വൽ ടു ഇപ്പം ഗാമി ആക്കിയാൽ നമ്മളിവിടെ റൺ ചെയ്യുന്ന സമയത്ത് അതിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യും. കാരണം നമ്മൾ ഇവിടെ അതിന് റെഫറൻസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇപ്പം ഓൺ ദ ഫ്ലൈയിൽ നമുക്കൊരു പുതിയ വാല്യൂ അസൈൻ ചെയ്യണമെങ്കിൽ നമ്മൾ ഒബ്ജക്റ്റിനെ മാറ്റേണ്ട ആവശ്യമില്ല. നമ്മൾ അതിനെ റെഫറൻസ് ചെയ്തിട്ട് അതിന്റെ കീനെ റെഫറൻസ് ചെയ്തിട്ട് അതിന്റെ വാല്യൂ നമുക്ക് ജസ്റ്റ് ഇവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെയാണ് നമുക്ക് ഫങ്ഷൻസിന്റെ കാര്യം. ഇപ്പം ഇവിടെ നമ്മൾ ഫോൾസ് കൊടുത്തു, ഓക്കെ, ഓക്കെ. സോ ബേസിക്കലി അത് തന്നെയാണ്. നമുക്ക് ഓരോ ഫങ്ഷനെ നമുക്ക് ഇപ്പം ഇവിടുത്തെ കേസ് തന്നെ ഈ ഫങ്ഷനെ നമുക്ക് ഇവിടെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒബ്ജക്റ്റ് ആയിട്ട് നമുക്ക് കോൾ ചെയ്യാൻ പറ്റും. സോ അതാണ് ബേസിക്കലി ഒബ്ജക്ട്സിന്റെ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ. ഇതിന്റെ തന്നെ ഇപ്പം ഒബ്ജക്ട്സിന്റെ ആയാലും ഇതിന്റെ മൊസിലയുടെ തന്നെ ഒബ്ജക്ട്സിന്റെ കുറച്ച് വലിയൊരു ഡോക്ക് ഉണ്ട്. ഇതിനകത്ത് തന്നെ നേരത്തെ അരയുടെ പറഞ്ഞതുപോലെ തന്നെ കുറെ ഇൻഡിഫൈൻഡ് ആയിട്ടുള്ള മെത്തേഡ് നമ്മളിത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതല്ല, എന്നാലും നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട് കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഇതിന്റെ ഒരു ഡോക്ടർ നമുക്കൂടെ ഷെയർ ചെയ്തേക്കാം. അപ്പം ബേസിക്കലി ഈ ഒരു സൈറ്റ് ഭയങ്കര റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരു സൈറ്റാണ്. ലൈക്ക് നിങ്ങൾക്ക് കൂടുതൽ വായിക്കണമെങ്കിലോ അല്ലെങ്കിൽ കൂടുതലായിട്ട് റിസോഴ്സസ് വേണമെങ്കിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻഡെപ്ത് ആയിട്ടുള്ളത് അല്ല, ചെറിയ നമുക്ക് ഉള്ള കുറെ കാര്യങ്ങൾ നമുക്ക് അല്ലാതെയും കിട്ടും. പക്ഷെ ഇൻഡെപ്ത് ആയിട്ടുള്ള ഡോക്യുമെന്റ് ചെയ്തിരുന്നത് ഇതിനകത്താണ്. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ലൈക്ക് എന്തെങ്കിലും ഒരു ഉപകാരം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇത് മാത്രമല്ല, ഇതിന്റെ മുമ്പത്തെ ലെസൺസിലും ലൈക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ഇപ്പൊ ചോദിക്കാം. ലൈക്ക് സ്റ്റാർട്ടിങ് തൊട്ട് ഇവിടം വരെയുള്ള ലൈക്ക് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞതിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ എന്തെങ്കിലും ക്ലാരിഫിക്കേഷനോ എന്തെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും റിസോഴ്സസോ അങ്ങനെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ലൈക്ക് ചോദിക്കാം. സാർ ഇപ്പോ സാർ നമ്മളിതില് അത്യാവശ്യം ബേസിക്സ് ഒക്കെ നമ്മൾ കവർ ചെയ്തോ? ഏകദേശം നമുക്ക് ജസ്റ്റ് ഒരു ജാവാസ്ക്രിപ്റ്റിന്റെ മെയിൻ ആയിട്ട് വേണ്ടുന്ന ഏറ്റവും ചെറിയ കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പം ഇനി നമുക്ക് ഈ ജാവാസ്ക്രിപ്റ്റ് ആണ് നമ്മൾ വെബ്സൈറ്റ് ഡെവലപ്മെന്റിൽ കൂടുതലും യൂസ് ചെയ്യുന്നത്. ഇപ്പം ഇതിന്റെ ഇൻഡെപ്ത് ആയിട്ടുള്ള ഇപ്പം ജാവാസ്ക്രിപ്റ്റിന്റെ ഫ്രെയിം വർക്ക്സ് അല്ലെങ്കിൽ ഈ ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്ത് തന്നെ
നമുക്ക് കുറെ ഫങ്ഷനാലിറ്റീസ് നമ്മുടെ വെബ്സൈറ്റിൽ എങ്ങനെ ചെയ്യുന്നത് അതിനെ പറ്റി അങ്ങനെ കുറെ ഡീറ്റെയിൽസ് ഇനിയും ഉണ്ട്. അപ്പം അത് ഇൻട്രൊഡക്ഷനിൽ വരുന്നതല്ല, കുറച്ചുകൂടെ ലൈക്ക് ഇൻഡെപ്ത് ആയിട്ടാണ്. അപ്പോ അതാണ് എന്താ നെക്സ്റ്റ് ആയിട്ടുള്ളത്. അപ്പം ബേസിക്കലി ഇൻട്രൊഡക്ഷൻ, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ഞാൻ തന്നുള്ളൂ, ജസ്റ്റ് വെരി ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഇനി ഇതിന്റെ ടോപ്പിൽ കുറെ ഉണ്ട്. അപ്പൊ ഈ നോളജ് വെച്ചിട്ട് ജസ്റ്റ് ബേസിക് സൈറ്റിന്റെ കുറച്ച് കാര്യങ്ങളും ഇത് ഈ ടോപ്പിക്സിന്റെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ജാവാസ്ക്രിപ്റ്റിലെ എല്ലാ ഫ്രെയിം വർക്ക്സും, അല്ലെങ്കിൽ ഇപ്പം റിയാക്ട്, വ്യൂ, ആംഗുലർ, അല്ലെങ്കിൽ അങ്ങനത്തെ കുറെ ജാവാസ്ക്രിപ്റ്റിന്റെ തന്നെ ഫ്രെയിം വർക്ക്സും കാര്യങ്ങളും എല്ലാം ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് ഞാൻ ഇപ്പം പറഞ്ഞ അത്രേ ഉള്ളൂ. ഇതിന്റെ ടോപ്പിൽ ബിൽഡ് ചെയ്തേക്കുന്നതാണ് ബാക്കിയെല്ലാം. അപ്പം ഇതിനകത്ത് തന്നെ ഇപ്പം ഇത് തന്നെ ഇത് ഏറ്റവും ബേസ് ആയിട്ടുള്ള ചെറിയൊരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, പക്ഷെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് വെച്ചിട്ടാണ് ബാക്കിയുള്ള മേലോട്ടുള്ള ഫുൾ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്നത്. ഐ ഹോപ്പ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തു എന്ന് കരുതുന്നു. ഓക്കെ സർ. വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ്? ഗാമി, എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിന് ഞാൻ പോയിട്ട് ക്വസ്റ്റ്യൻ ഞാൻ ലെഫ്റ്റ് ആയപ്പം ക്വസ്റ്റ്യൻ വന്നു കേട്ടു. ഓക്കെ, so I guess that's it for our session. Thank you all for